ഇപ്പോൾ നടന്ന ഈ SCO സമ്മിറ്റ്, ദ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റ്, ഈ ലോകത്തിൽ നൽകുന്ന വളരെ വ്യക്തമായ ഒരു മെസ്സേജ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തരായ രാജ്യങ്ങൾ, ഏറ്റവും ശക്തരായ ഭരണാധികാരികൾ, നരേന്ദ്രമോദി, ഷീ ജിൻപിങ്, റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ എന്നിവർ സമ്മേളിച്ച, അതുകൂടാതെ 20 രാജ്യങ്ങൾ, അതായത് യൂറോ ഏഷ്യൻ 20 രാജ്യങ്ങൾ, ഇവരെല്ലാം ഉൾപ്പെടുന്ന ഏകദേശം 57% ലോകത്തെ ജനസംഖ്യ. മാത്രമല്ല ഈ SCO സമ്മിറ്റിലെ മെയിൻ രാജ്യങ്ങളുടെ എല്ലാവരുടെയും GDP നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 43% വേൾഡ് GDP. അപ്പോൾ ഈ ഒരു സമ്മിറ്റ് ലോകത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി അമേരിക്ക കൺട്രോൾ ചെയ്യുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആയിരിക്കില്ല എന്നും പോയിട്ടുള്ളത് ഒരു മൾട്ടി പോളാർ ഒരു സിസ്റ്റത്തിലേക്ക് ഇനി ഇപ്പോൾ ലോകം മാറാൻ പോവുകയാണ്. മാത്രമല്ല ഈ സമ്മിറ്റിനെ ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഷീ ജിൻപിങ് വളരെ ശക്തനായ ഒരു ആഗോള നേതാവായി മാറി. അദ്ദേഹം അമേരിക്ക പ്രസിഡന്റുമാരെയും എല്ലാം മറികടന്നുകൊണ്ട് ലോകത്തിൽ ഇന്ന് അമേരിക്കൻ പവറിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയ ഒരു ആൾട്ടർനേറ്റീവായിട്ട് ഷീ ജിൻപിങ്ങിനെ ഈ സമ്മിറ്റ് വാർത്തെടുത്തു. സെക്കൻഡ് തിങ്, മോഡിയും പുടിനും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ഡീകോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ട നിമിഷം തന്നെ വളരെ ഹാർദവമായിട്ട് അവർ തമ്മിൽ കൈ കൊടുക്കുന്നു. അതിനുശേഷം രണ്ടുപേരും കൈകൾ ചേർത്ത് പിടിച്ചാണ് നടന്നത്. അതിനുശേഷം ഇവരുടെ ക്ലോസ് ഇൻട്രാക്ഷന് ശേഷവും ഒരു 45 മിനിറ്റോളം ഇവർ കാറിനുള്ളിൽ ഇരുന്നാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് US-ന്റെ സാങ്ഷൻസോ അവരുടെ താരിഫോ ഒന്നും ഇന്ത്യക്ക് മുമ്പിൽ വിലപ്പോവില്ല. ഇന്ത്യ റഷ്യ സുഹൃബന്ധം വീണ്ടും ഉറപ്പോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകും. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഇതും പറഞ്ഞു വരുന്നു. പിന്നെ പുടിൻ ഓൾസോ ഗിവിങ് എ ക്ലിയർ മെസ്സേജ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പുടിനെതിരെ വാർ ക്രൈമിന് അറസ്റ്റ് വാറണ്ട് ഉണ്ട്. പക്ഷേ പുടിൻ 20 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമ്മിറ്റിലേക്ക് നടന്നു വരുന്നു. അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നു. അതായത് വെസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ US-ൻ്റെയോ ഒന്നും ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും വിലപ്പോവില്ല. മാത്രമല്ല ദിസ് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ഈ സിസ്റ്റം, ഈ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, അവർക്ക് US-നെ കഴിഞ്ഞും വെസ്റ്റിനെ കഴിഞ്ഞും കൂടുതൽ ആവശ്യം റഷ്യയുടെ പ്രസൻസാണ്, അവരുടെ ഊർജ്ജമായിരിക്കും, അവരുടെ സ്ട്രെങ്താണ് എന്നും കൂടെ വ്യക്തമാക്കുന്നു. അപ്പം ഷീ ജിൻപിങ്ങിൻ്റെ ഉദയം, ഇന്ത്യ റഷ്യ സൗഹൃദത്തിൻ്റെ മാറ്റുരയ്ക്കൽ, മാത്രം പിന്നെ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ആ സംഘടനയുടെ വൻ വിജയം, പിന്നെ ബ്രിക്സ് കറൻസിയുടെ ആരംഭം, അങ്ങനെ ഒരു മൾട്ടി പോളാർ വേൾഡ് ഓർഡർ സിസ്റ്റം, ഇതെല്ലാമാണ് ഈ SCO സമ്മിറ്റിലൂടെ ഉണ്ടായിരിക്കുന്നത്.